നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ വീട്ടിൽ പൂച്ചയും നഹയും ഒക്കെ വളർത്താറുണ്ടല്ലേ? എന്നാൽ നമ്മുടെ ക്ലബ് ഹൗസിൽ വളർത്തുന്നത് മരപ്പട്ടിയെയും എലിയും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുന്ന സ്ഥിതിയാണെന്നും രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചാൽ കുറച്ചു കഴിയുമ്പോൾ അതിൽ മരപ്പട്ടി മൂത്രമൊഴിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. കേരള കേഡറിലെ IAS ഉദ്യോഗസ്ഥർക്കായുള്ള ഓഫീസേഴ്സ് എൻക്ലേവിന്റെ ശിലാസ്ഥാപനം ആക്കുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പറഞ്ഞത് മന്ത്രിമാരുടെ യഥോസ്ഥിത വസതിയായ ക്ലബ് ഹൗസിനെ പറ്റിയാണെന്നും ഇത് കേട്ടറിഞ്ഞതല്ല തന്റെ അനുഭവമാണെന്നും കൂടി പറഞ്ഞു. അത് മാത്രമല്ല പറഞ്ഞത്, കേരളത്തിന്റെ പൊതുവായൊരു സ്വഭാവത്തെ പറ്റിയും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് ദുർവ്യാഖ്യാനമല്ല. എന്തിനും ഏതിനും അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് കേരളത്തിന്റെ പ്രത്യേകതയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശസ്തമായ ഗസ്റ്റ് ഹൗസുകളുടെ അവസ്ഥ എന്താണ്? അതിനെ ദയാബോധത്തിന് വിട്ടിരിക്കുകയാണെന്നും കൂടി അധ്യക്ഷനായ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് വേദിയിലിരിക്കെ പരാമർശങ്ങൾ നടത്തി. തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ ഭൂരിഭാഗവും താമസിക്കുന്നത് രാജഭരണകാലത്ത് നിർമ്മിച്ച ബംഗ്ലാവുകളിലും വീടുകളിലുമാണ്. മന്ത്രിമന്ദിരങ്ങളുടെ പഴയ തട്ടിൻപുറങ്ങളിൽ അന്തേവാസികളായ മരപ്പട്ടിയും എലിയും ഉൾപ്പെടെയുള്ളവ ചേക്കേറുന്നതിന് കാരണവും കെട്ടിടങ്ങളുടെ പഴക്കം തന്നെ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ തടി കൊണ്ടുള്ള മച്ചയാണ് മരപ്പട്ടികൾ ഓടി നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മരപ്പട്ടിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസിൽ പാമ്പാണ്. ഒപ്പം കീരിയും എലിയും ധാരാളമുണ്ട്. ഒരു വർഷം മുൻപ് രാജ്ഭവനിലെ മരപ്പട്ടി ശല്യം കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചുകാലം ഹോട്ടൽ റൂമിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു. മന്ത്രി V ശിവൻകുട്ടിയുടെ വസതിയായ റോസ് ഹൗസ്, V അബ്ദുറഹ്മാൻ താമസിക്കുന്ന കവടിയാർ ഹൗസ്, R ബിന്ദു താമസിക്കുന്ന സാനഡ് എന്നിവിടങ്ങളിലെ മരപ്പട്ടി ശല്യം രൂക്ഷമാണ്. പഴക്കമുള്ള മന്ദിരങ്ങൾ പലതും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ മന്ത്രിമാർക്ക് പൊതുവെ മടിയാണെന്നും മുൻ മന്ത്രി ആന്റണി രാജു പറഞ്ഞു. മന്ത്രിമന്ദിരങ്ങൾ നവീകരിച്ച കണക്ക് വരുമ്പോൾ സ്വന്തം പേരിൽ വലിയ കണക്ക് വരുന്നത് വിവാദമാകും എന്നതാണ് ഭയം. വലിയ സൗകര്യങ്ങളോട് താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഉപയോഗശൂന്യമായ കസേര കണ്ടാൽ മരപ്പട്ടി പെറ്റുകിടക്കുന്നത് സ്വാഭാവികമാണല്ലോ. അല്ലെങ്കിൽ അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ മരപ്പട്ടി കയറിയിരിക്കുമോ പട്ടി കയറിയിരിക്കുമോ എന്ന പഴഞ്ചൊല്ലാണോ ഇതിന് കൂട്ടി വായിക്കേണ്ടതെന്നും എനിക്കറിയില്ല. എന്തായാലും അടുത്ത് തന്നെ ക്ലബ് ഹൗസ് അറ്റകുറ്റപ്പണി നാടകം ആരംഭിക്കുമെന്ന് ഉറപ്പിക്കാം. ഒരു വളഞ്ഞ മൂക്ക് പിടിച്ചതാകാൻ സാധ്യതയുണ്ട്.